ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പം പുതിയ ഒരു വീഡിയോ ആരംഭിക്കുകയാണ്. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് പാണയം എന്ന് പറയുന്ന സ്ഥലത്താണ്. പാണയം എൻ്റെ നാടാണ്. അപ്പം പാണയത്താണ് നിൽക്കുന്നത്, പാണയം സ്കൂൾ ജംഗ്ഷനിൽ. അപ്പം പാണയം സ്കൂളാണ് ഈ ഫ്രണ്ടിൽ കാണുന്നത്. അതുകൊണ്ട് ഈ കാണുന്ന പാണയം സ്കൂൾ ജംഗ്ഷനാണ് സ്കൂളിൻ്റെ ഫ്രണ്ട് വശമാണ്. അതായത് ഈ ഒരു LP സ്കൂളാണ്. ഞങ്ങളൊക്കെ LPS കാലഘട്ടങ്ങളിൽ LPC പഠിച്ച സ്കൂളാണിത്. പാണയം എന്താണ്ട് ഗവൺമെൻറ് വെൽഫെയർ LP സ്കൂൾ പാണയം. ഇതാണ് പണ്ടത്തെ സ്കൂൾ ടൈമൊക്കെ ആരംഭിച്ച് വരുന്നതേ ഉള്ളൂ. സ്കൂളൊക്കെ തുറന്നു വരുന്നതേ ഉള്ളൂ. ഇത് പാണയം സ്കൂളിൻ്റെ ഫ്രണ്ടൊക്കെ കാണാൻ അടിപൊളിയല്ലേ. ഇതാണ് പാണയം സ്കൂളിൻ്റെ ഫ്രണ്ട് ഭാഗം. എങ്ങനെയുണ്ട്, കൊള്ളാമോ? അടിപൊളിയില്ല. അത് പാണയം ജംഗ്ഷൻ, അങ്ങോട്ട് പാണയം ജംഗ്ഷൻ. അപ്പോൾ ഇത് ആ സ്കൂളിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു ചെറിയ ഒരു ഗ്രാമപ്രദേശമാണ്. ചെറിയ ഒരു ജംഗ്ഷൻ, 1-2 കടകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു കട കാണാം, പലചരക്കും സാധനങ്ങളെല്ലാം ഉള്ളൊരു കടയാണ് ആണ്ടി കാണുന്നത്. ഈ കടയോട് ചേർന്ന് ഈ കാണുന്നത് കേബിൾ TV, അതായത് കേരള വിഷൻ ബ്രോഡ്ബാൻഡിൻ്റെ പാണയത്തെ ഓഫീസും കാര്യങ്ങളൊക്കെയാണ്, പ്രാദേശിക ഓഫീസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവിടെ ആൾ വന്ന് തുറക്കാൻ സമയമാകുന്നതേ ഉള്ളൂ. രാവിലെ 9 മണി ആകുന്നതേ ഉള്ളൂ. അപ്പം എല്ലാവരുമൊക്കെ പ്രവർത്തനം ആരംഭിച്ച് വരുന്നതേ ഉള്ളൂ. ഇത് പാണയത്തെ കുഞ്ഞൊരു സൂപ്പർ മാർക്കറ്റ്, പിന്നെ ഒരു ഫൈനാൻസ് ഉണ്ട്, ഹാപ്പി ഫൈനാൻസ്. ഇത് റേഷൻ കട, പൊതുവിതരണ കേന്ദ്രം, അതുമൊക്കെ തുറന്നു വരുന്നതേ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരു ചെറിയ കടയുണ്ട്. ഒക്കെ ആ കടയൊക്കെ തുറന്നു, രാവിലെ തുറന്ന്. റേഷൻ കട 9 മണി കഴിഞ്ഞിട്ടേ തുറക്കും. അപ്പോൾ 9 മണിയൊക്കെ ആവുന്നതേ ഉള്ളൂ. ഇവിടെ നിന്ന് ഇതാണ്ട് അങ്ങോട്ട് ആ കുന്ന് കാണാൻ പറ്റത്തില്ല. നല്ലൊരു പുളിഞ്ചിത്തോട്ടം എന്ന് പറയുന്ന ഒരു വലിയൊരു എസ്റ്റേറ്റാണ്, റബ്ബർ എസ്റ്റേറ്റാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് കാണാനൊക്കെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ അതാണ് ആ സ്ഥലം. ഇനി പാണയം ജംഗ്ഷനിലോട്ടാണ്. ഇത് പാണയത്ത് ജംഗ്ഷനിലുള്ളൊരു ക്ഷേത്രമാണ്, ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. അപ്പോൾ ഇവിടുന്ന് കുറച്ച് അങ്ങ് അകത്തോട്ട് കയറി പോകണം. അവിടോട്ട് ഇപ്പോൾ നമ്മൾ പോകുന്നില്ല, നമുക്ക് പിന്നൊരു ദിവസം പോകാം. ഇത് പാണയത്ത് നിന്നും ആലഞ്ചേരിയിലേക്ക് പോകുന്ന റോഡാണ്. ആലഞ്ചേരി എന്ന് പറയുന്ന സ്ഥലമുണ്ട്, ആലഞ്ചേരിയിലേക്ക് പോകുന്ന റോഡാണ്. അപ്പോൾ ഇവിടെ ഉണ്ട് ഹരിതകർമ്മസേനയുടെ ചെറിയ കടയൊക്കെ ഉണ്ട്, അതായത് അവരുടെ പ്ലാസ്റ്റിക്കൊക്കെ ഇടുക്കി വെക്കുന്നത്. അപ്പോൾ ഇവിടെ പാർട്ടിക്കാരുടെ സ്തംഭങ്ങളും കൊടിമരം തൂണും ഒക്കെ കാണാൻ പറ്റും. പിന്നെ ഒരു ചെറിയ ഓട്ടോ സ്റ്റാൻഡുണ്ട്, ചെറുതല്ല വലിയ ഓട്ടോ സ്റ്റാൻഡാണ്. ഇപ്പോൾ ഇതൊരു കടയാണ്, ശാന്തമ്മയുടെ കട. കണ്ടേ, അമ്മമാരൊക്കെ തൊഴിലുറപ്പിന് പോകാൻ വേണ്ടി വന്ന് നിൽപ്പുണ്ട്. ഉണ്ടല്ലേ, ടാറ്റ പറയുന്നുണ്ട്. ഇത് സ്റ്റേഷനറി കടയാണ്, സ്റ്റേഷനറി, അതായത് കാർത്തിക സ്റ്റോഴ്സ്, പ്രകാശനൻ. ഓണ സാധനങ്ങളൊക്കെ വന്ന ആവശ്യത്തിന് കിടപ്പുണ്ട്. ഇതാണ് പാണയം ജംഗ്ഷൻ. അങ്ങോട്ടാണ് സ്കൂളിൻ്റെ ഭാഗം, സ്കൂളിലും. ഇത് ഇപ്പം മെയിൻ റോഡാണ്, ഏരൂരോട്ട് പോകുന്നത്. അതിൻ്റെ ഇവിടെ ഒരു പാർട്ടി ഓഫീസ് കാണാം, CPMൻ്റെ പാർട്ടി ഓഫീസ്. ഇതൊരു ടൈലറിങ് ഷോപ്പാണ്, ഇതൊക്കെ തുറക്കാൻ സമയമാവുന്നതേ ഉള്ളൂ. ഇതൊരു ബാർബർ ഷോപ്പാണ്. ഇതാണ്ട് സ്കൂളിലേക്ക്, നമ്മൾ പാണയം സ്കൂളിലേക്ക് കുട്ടികളൊക്കെ പോകുന്നുണ്ട്. ഇത് നമ്മുടെ കുഞ്ഞുട്ടി ചായൻ്റെ കട, പണ്ടേയുള്ള കടയാണ്. അതിൻ്റെ ബലൂണൊക്കെ കിടപ്പുണ്ട്, ഓണസാധനങ്ങളൊക്കെ വന്ന്. പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ പാണയത്തിൻ്റെ മുഖമുദ്ര, അതായത് പാണയത്തിൻ്റെ ഐശ്വര്യം അല്ലെ തലയെടുപ്പ് എന്നൊക്കെ പറയുന്ന പാണയം മലങ്കര കത്തോലിക്ക ദേവാലയം. അതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. ഇതിപ്പോൾ ഏരൂരോട്ട് പോകുന്ന റോഡാണ്. അപ്പം പാണയത്തെ ഒത്ത നടുക്കാണ്, പാണയം ജംഗ്ഷനിൽ തന്നെയാണ് നമ്മുടെ കത്തോലിക്ക ദേവാലയം. അതിൻ്റെ കുരിശുമൂടും മാതാവിൻ്റെ രൂപമൊക്കെ ഉണ്ട്, വർഗീസിൻ്റെ ഒരു രൂപമുണ്ട്. ഇതാണ് പാണയം പള്ളി.
എവിടെ ഗേറ്റ് അടച്ചിട്ടേക്കുമായിരിക്കുമല്ലോ. ഇതാണ് താണ്ടെ നല്ല കുരിശും പള്ളിയൊക്കെ ആയിട്ട് സെറ്റല്ലേ. ഇതാണ് പാണയത്തിൻ്റെ ഐശ്വര്യവും തലയെടുപ്പും മുഖമുദ്രയുമായിട്ടുള്ള മലങ്കര കത്തോലിക്ക ദേവാലയം. പള്ളിയുടെ ഈ സൈഡിൽ കൂടെ ഇത് മെയിൻ റോഡാണ്, അതായത് ഏരൂർ ആലഞ്ചേരി റോഡാണ്. അപ്പോൾ ഈ റോഡിൻ്റെ സൈഡിൽ കൂടെ ഇപ്പോൾ ഏരൂരോട്ട് പോകുന്ന ഇത് ഏരൂരോട്ട് പോകും. അപ്പോൾ ഇതിപ്പം തിരിഞ്ഞിങ്ങോട്ട് പാണയം ജംഗ്ഷൻ, ആ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് ആലഞ്ചേരിക്ക് പോകുന്ന റോഡ് കണ്ടോ. പാണയം ജംഗ്ഷൻ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇതാണ് നമ്മുടെ പാണയം ജംഗ്ഷൻ. കൽവിളക്ക്, ഗീവർഗീസ് പുണ്യാളൻ്റെ രൂപം കുതിരപ്പുറത്തിരിക്കുന്നു. മെഴുകുതിരി കത്തിക്കുന്ന സ്ഥലം, മാതാവിൻ്റെ രൂപമുണ്ട്. അപ്പോൾ ഇതാണ് പാണയം ദേവാലയത്തിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. പാണയത്തെ സാംസ്കാരിക നിലയം, ഇതിൽ ലൈബ്രറി ഉണ്ട്, പിന്നെ ഒരു മീറ്റിംഗ് ഹാളുണ്ട്. അത് മുകൾ ഭാഗം കാണുന്ന മീറ്റിംഗ് ഹാളാണ്. എല്ലാ പൊതു പരിപാടികളും ഒക്കെ നടക്കുന്ന സ്ഥലം. ഇത് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം, സാംസ്കാരിക നിലയം. ഇത് ആണ് പാണയം പള്ളിയുടെ ഈ റോഡിൽ നിന്നുള്ള വ്യൂ. കണ്ടോ എങ്ങനെയുണ്ട് പള്ളി? എങ്ങനെയുണ്ട്? ഇടുമല്ലേ? പള്ളിക്കകത്ത് കയറും ഗേറ്റ്. ഇപ്പോൾ ഇവിടെയും കാണാം ഒരു പള്ളിയാണ്ടേ. അതൊരു പെന്തക്കോസ്ത് പള്ളിയാണ്, അതായത് ഈ പള്ളിയോട് ചേർന്ന് തന്നെ, കത്തോലിക്ക പള്ളിയോട് ചേർന്ന് തന്നെയാണ്. അതൊക്കെയാണ് ഇവിടുത്തെ ഈ നാടിൻ്റെ ഐശ്വര്യവും മഹിമയൊക്കെ. അപ്പോൾ ഇത് ഏരൂരോട്ട് പോകുന്ന റോഡ്. ഇതാണ് പാണയത്തിൻ്റെ ഒരു രൂപ, അതായത് പാണയം എന്ന് പറയുന്ന സ്ഥലം. കേട്ടിട്ടുണ്ടോ? ഇതാണ് എൻ്റെ നാട്. കൊള്ളല്ലേ? ഇടുവില്ല? ഇതാണ്ട് ഇത് ശശിയണ്ണൻ, സോമയണ്ണൻ, മോഹനൻ മാമൻ, ഇവരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് സ്കൂളാണ്, സ്കൂളിൻ്റെ ഫ്രണ്ടാണ്. പാണയം ജംഗ്ഷനിൽ തന്നെയാണ് പാണയം സ്കൂളുള്ളത്. ഇതാണ് പാണയത്തിൻ്റെ പാണയം എന്ന് പറയുന്ന ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ ഒരു കാഴ്ച. അല്ലാണ്ട് ഒരാളിവിടെ വന്നിങ്ങനെ ക്ഷമ കെട്ട് കിടക്കുക കേട്ടോ. മീൻ വണ്ടിക്ക് തിരക്കി കിടക്കുക. സമയം കുറേ ആയി, കുറേ നേരം നോക്കിയിരുന്നു. പിന്നിപ്പം എന്താണ്ട് കിടന്നു. പിന്നെ ഈ സാധനം ഇപ്പം എല്ലായിടത്തും കാണുന്നതാണല്ലോ, അതായത് നമ്മുടെ ബോട്ടിൽ ബിൻ, നമ്മുടെ ബോട്ടിലുകളെ വിട്ട് വെക്കാം. ഇതൊക്കെയാണ് പാണയം. ഈ സ്ഥലം എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അതുകൊണ്ടൊരു ഷെഡൊക്കെ ഉണ്ട്. ഇതൊരു കൃഷി സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ വർക്ക് സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരു കാലിത്തൊഴുത്തൊക്കെയാണ് തോന്നുന്നു. ആണ് ഇവിടുത്തെ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോഴാണ് ഒഴുകുപാറ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. ചെറിയൊരു കുഞ്ഞൊരുത്ത് ചെറിയ തോടും അതിനോട് ചേർന്നൊക്കെ ഇത്തിരി പാറക്കെട്ടും കാര്യങ്ങളൊക്കെ അതിൻ്റെ മണ്ടയിൽ കൂടി ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്നു. അപ്പോൾ ഇതുവഴി ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോഴത്തേനും കാണാൻ പറ്റും. ചുമ്മാ അതൊന്ന് കണ്ടിട്ട് വരാം.
ഇതുവഴി അങ്ങോട്ട് പോകുമ്പോൾ വാഴകളും കൃഷിത്തോട്ടങ്ങളൊക്കെയാണ്. അപ്പോൾ ആ കൃഷിത്തോട്ടം അങ്ങോട്ട് ഇറങ്ങി പോകുമ്പോഴത്തേക്കും ഒരു കുഞ്ഞ് വെള്ളച്ചാട്ടം കാണാൻ പോകാനുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ നോക്കാം എങ്ങനെ ഉണ്ടെന്നത്. അതിങ്ങോട്ട് വരുമ്പോഴത്തേനും കുഞ്ഞ് തോടാണ്. ഇതിൻ്റെ കരയിൽ വീടുകളൊക്കെ ഉണ്ട്. ആണ്ടേ നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ, നല്ല സെറ്റാണ്, അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ ആണ്ട് റബ്ബർ. ഇതാണ് ആ പുളിഞ്ചിത്തോട്ടം എന്ന് നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ പുളിഞ്ചിത്തോട്ടം ഇപ്പോൾ റബ്ബറൊക്കെ മുറിച്ച് കൈതയൊക്കെ ഇട്ടേക്കുന്നത്, ആ കൈതയൊക്കെ ഇട്ടേക്കുന്നത് കൊള്ളാം. അതാണ് എന്ത് നല്ല ഇത് ഫ്രെയിം. ഇതാണ് ഒഴുകുപാറ എന്ന് പറയും ഈ സ്ഥലം. ഒഴുകുപാറ അതിൻ്റെ കുഞ്ഞൊരു തോട് ഇങ്ങനെ. അത് പാണയത്ത് പുഴയാണ് കേട്ടോ. ഇതിലേക്കൂടെ പോസ്റ്റ് ഇട്ടൊരു പാലമൊക്കെ ഉണ്ട്. പാലത്തിൽ കൂടെ കയറി അടിപൊളിയല്ലേ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. വന്നിരുന്ന് റിലാക്സ് ചെയ്യാനൊക്കെ അടിപൊളിയാണ്. നല്ല ഒത്തിരി സ്ഥലങ്ങളൊക്കെ ഉണ്ട്. മേലെ കൈതത്തോട്ടം. ഇവിടെ കൃഷിയും പരിപാടിയൊക്കെ തുടങ്ങിയതേ ഉള്ളൂ. കൈതത്തൈയൊക്കെ വെച്ചേക്കുന്നതേ ഉള്ളൂ. അതിനിടയ്ക്ക് റബ്ബറും തൈ വെച്ചിട്ടുണ്ട്. ഇതാണ്. അപ്പോൾ ഇതിലേക്കൂടെ താഴോട്ടൊന്ന് നടന്നു നോക്കാം. ഇവിടെ ഒരു കുഞ്ഞൊരു നല്ലൊരു സ്ഥലമാണ്. അതേ നമുക്ക് പാറയിൽ നിന്നൊക്കെ വെള്ളം ഒഴുകി ഇങ്ങനെ ഈ തോട് ഇങ്ങനെ ഒഴുകി പോകുന്നത് നല്ല ഭംഗിയുള്ള സ്ഥലം. ഇതിൻ്റെ കരയിൽ തന്നെ വീടൊക്കെ ഉണ്ട്. കൊള്ളാം കേട്ടോ, നല്ല സ്ഥലം. വെറുതെ വന്നിരിക്കാനും റിലാക്സ് ചെയ്യാനും സമയം ചിലവഴിക്കാനൊക്കെ പറ്റിയ നല്ല സ്ഥലം കേട്ടോ. പാണയത്തിനടുത്തുള്ളവരൊക്കെ എല്ലാവർക്കും അറിയാവുന്ന, പാണയത്തൊക്കെ ഉള്ളവർക്കെല്ലാം അറിയാവുന്ന സ്ഥലമാണിത്. അടുത്തടുത്ത് വീടൊക്കെ ഉണ്ടായിട്ട് വന്ന് വലിയ ബഹളങ്ങളും കാര്യങ്ങളൊന്നും വയ്ക്കാൻ പറ്റത്തില്ല. അവരുടെ പ്രൈവസിയെ ബാധിക്കും. ഇതൊരു ഭൂജല അടിസ്ഥാന കുടിവെള്ള പദ്ധതി 2021-22 ഒഴുകുപാറ പാണയം ഏരൂർ പഞ്ചായത്ത് നിർവഹണം ജില്ലാ ഓഫീസർ ഭൂജല വകുപ്പ് കൊല്ലം. ഇതാണ്. ഇതിവിടെ ഇങ്ങനെ ഒന്ന് നോക്കാം. ഇതിൻ്റെ കരയിൽ തന്നെ എൻ്റെ വീടുകളുണ്ട് കേട്ടോ. ഇതാണ് ഒഴുകുപാറ വെള്ളച്ചാട്ടം. കൊള്ളാമല്ലേ. ഇതുകൊണ്ട് താറാവുകൾ, 3 താറാവുകൾ കുളിച്ച് താഴോട്ട് കുഴപ്പമില്ല. ഇവിടെ വലിയ ഡേഞ്ചർ ഏരിയ ഒന്നുമല്ല, സേഫാണ്. തെന്നി വീടല്ലേ. ഈ വീട്ടിൽ നിന്നാണ് ഈ തോടിൻ്റെ കരയിൽ നിന്ന്, ഈ വെള്ളച്ചാട്ടത്തിൻ്റെ കരയിൽ തന്നെയാണ് എൻ്റെ ഒരു വീടുള്ളത്. കറക്റ്റാണ്ട് സ്റ്റെപ്പ് കയറി. കൊള്ളാം അല്ലേ, നല്ല ഭംഗിയായിട്ടുണ്ട്. ഞാൻ പറയുന്നത് എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ എന്തോ, വെള്ളത്തിൻ്റെ അരപ്പ് കാരണം. ഇത് അടിപൊളി സ്ഥലം. നമ്മുടെ താറാവിൽ കിടക്കിട താറാവുകളൊക്കെ മുങ്ങി തപ്പുന്നു. അതിന് തലയൊന്നും പൊക്കത്തില്ലല്ലോ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയുള്ള ഒരു കുഴപ്പമില്ല, നല്ലതായിരുന്നു. ഇതാണ് ഒഴുകുപാറ ചെറിയൊരു കുഞ്ഞൊരു പാറക്കെട്ടിന്നൊക്കെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന നല്ല ഭംഗിയുള്ള സ്ഥലം. പക്ഷേ ഈ വീടിൻ്റെ മുറ്റത്തായിപ്പോൾ ഇത് മുറ്റമാണ്, ഈ വീടിൻ്റെ മുറ്റമാണ് കേട്ടോ. കൊള്ളാം. വെറുതെ
ഇവിടെ ആകുമ്പോൾ അവർ മൂന്നും കൂടെ വെള്ളത്തിൽ കിടന്ന് കുത്തി മറിയുന്നു. ഓക്കെ, ഹായ്ഡാ. ആരാന്ന് നോക്കാൻ വന്നതാണോ? ഓക്കെ, ഈ വീട് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിൻ്റെ കരയിൽ അടിപൊളി. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാഴ്ചകൾ. നമ്മളെ പാണയം എന്ന് പറയുന്ന ഒരു കുഞ്ഞ് ഗ്രാമപ്രദേശത്തെ ആ ജംഗ്ഷനും കാര്യങ്ങളും ഒക്കെ, പിന്നെ ഈ ഒരു കുഞ്ഞ് വെള്ളച്ചാട്ടം. അപ്പം വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പം അതുവരെയും എല്ലാവർക്കും ബൈ ബൈ.